സിസ്റ്റർമാരെല്ലാം വിമതരുടെ ഒപ്പമാണെന്ന് നമ്മൾ പറയുന്നു. പക്ഷേ അവരെ സംബന്ധിച്ച് അവർക്ക് ആര് കുർബാന ചൊല്ലിയാലും അവർക്കത് പ്രശ്നമൊന്നുമില്ല. സിസ്റ്റർമാർക്ക് അവരുടെ പള്ളിയിൽ എന്നും എന്നതിലൊക്കെ കുർബാനകൾ നടന്നാൽ മതി. അത് സിനഡ് കുർബാന വേണമെന്നോ അല്ലാത്തത് വേണമെന്നോ ഒന്നും അവർക്ക് നിർബന്ധമില്ല. അവർ രാവിലെ എണീക്കുന്നു, കിടക്കുന്നു, നടക്കുന്നു, അവരുടെ കാര്യങ്ങൾ പോകുന്നു. അവർക്ക് ഡ്യൂട്ടിയുള്ള അടുത്ത് ആരാണെങ്കിൽ ലിസി ആശുപത്രി തുടങ്ങിയുള്ള സ്ഥാപനങ്ങളിൽ എല്ലാ കന്യാസ്ത്രീകളല്ലേ കൂടുതൽ, ലിസിയിൽ, ലൂർദിൽ, പിന്നെ എന്നതാ ഈ മറ്റേ അങ്കമാലിയിലെ ലിറ്റിൽ ഫ്ലവർ തുടങ്ങി MAJ ഹോസ്പിറ്റൽ, ഇങ്ങനെയുള്ള അവരുടെ സ്ഥലത്തെല്ലാം ഇവർ തന്നെ ജോലി ചെയ്യുന്നു. അവരവരുടെ ആ രീതിയിൽ അങ്ങ് പോകുന്നു. ഇവിടെ അച്ഛന്മാരെല്ലാം കയറി ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്, മനസ്സിലായോ? ഈ അച്ഛന്മാരെല്ലാം, ഈ വിമത അച്ഛന്മാരെല്ലാം അവിടെ പോയി തിന്നും കുടിച്ചും രാവിലെ നല്ല സുഖ ഭക്ഷണവും അവിടെ നിന്ന് കഴിച്ച്, അല്ലെങ്കിൽ രാവിലെ കുർബാനയെല്ലാം പോയി, അല്ല വൈകിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് തിന്നുക കുടിക്കുക എന്ന് മാത്രമേ ഇപ്പോഴത്തെ വിമത അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും ഉള്ളൂ. പിന്നെ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ തന്നെ അച്ഛന്മാർ തന്നെ അവിടെയുള്ള മദറിനെ ചാക്കിട്ട് പിടിച്ചോളും. ആ മദറിനെ ചാക്കിട്ട് പിടിച്ച് കഴിയുമ്പോൾ മദർ പറയുന്നതിലപ്പുറം അവിടെ എന്നാ ഉള്ളത്? എതിർപ്പുണ്ടെങ്കിലും അവരാരും ഒന്നും മിണ്ടത്തില്ലെന്നുള്ളതാണ് സിസ്റ്റേഴ്സിൻ്റെ രീതി. നമുക്കറിയാൻ മേലെ ഈ സിസ്റ്റർമാരും എല്ലാം പഠിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. എന്നാന്ന് ചോദിച്ചാൽ 25 വർഷം തികഞ്ഞ സിസ്റ്ററിൻ്റെ ജൂബിലി ആഘോഷം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ് അത് ഇവർക്കൊക്കെ ഒരു പാഠമായിട്ട് ഇവരത് പഠിക്കേണ്ടതാണ്. ഈ വിമത അച്ഛന്മാരുടെ പുറകെ പോകുന്ന സിസ്റ്റർമാരുടെ എല്ലാം അനുഭവം ഇത് തന്നെ ആയിരിക്കും. മറ്റേ സിസ്റ്റർ അതൊന്നും ആയിരിക്കില്ല. ഏതായാലും സിനഡ് കുർബാന പ്രകാരം കാര്യങ്ങൾ നടത്താൻ തീരുമാനിച്ചിരുന്ന സിസ്റ്ററിൻ്റെ ആ ജൂബിലി ആഘോഷം പോലും മുടക്കിയത് കണ്ടു കഴിഞ്ഞ് സിസ്റ്റർമാർ ഇതെല്ലാം ഒന്ന് പഠിക്കേണ്ടതല്ലേ? ഇതെല്ലാം അവർ തന്നെ പഠിക്കട്ടെ. അവർക്കും അനുഭവം വരാൻ പോകുന്നത് ഇതാണ്, ഞങ്ങളുടെ അനുഭവം ഇതാണ് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു നല്ല അവസരമായിട്ടും കൂടെ ഇതിനെ കണക്കാക്കിയാൽ മാത്രം മതി. സിസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അവർ ഭക്ഷണം കഴിക്കുന്നു, അവരുടെ അവിടെ അവർക്കെന്നും ആൾക്കാരുണ്ട്, ഭക്ഷണം പാകം ചെയ്യുന്നു, അല്ലെ അവർ തന്നെ ഒരുമിച്ച് എല്ലാവരും കൂടെ പാകം ചെയ്യുന്നു, അവർ കഴിക്കുന്നു, അവർ തിന്നുന്നു, കുടിക്കുന്നു, നടക്കുന്നു, മേളിക്കുന്നു, അത്രയേ ഉള്ളൂ അവർക്ക് സംബന്ധിച്ച്. അവർക്ക് സിനഡായാലും വേണ്ടില്ല, ജനാഭിമുഖമാണേലും വേണ്ടില്ല, ഏതായാലും അവരെ സംബന്ധിച്ച് പ്രശ്നങ്ങളൊന്നും അവരെ ബാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ സിസ്റ്റർമാരാണേലും ഓരോ വീടുകളിലും എല്ലാ വീടുകളും, കുറേ വീടുകൾ ഇവർക്ക് വീതിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അവർ ഈ വീടുകളിൽ കൂടെ വിസിറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. എത്ര സിസ്റ്റർമാർ ഇപ്പം നമ്മുടെ വീടുകളിൽ കയറി ഇറങ്ങുന്നുണ്ട്. ഓരോ വീടുകളിലും കയറി ഇറങ്ങി അവിടെ എന്തെങ്കിലും ഫാമിലി പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ ആയിട്ട് അവരെ ഏൽപ്പിച്ചിരുന്നവരാണ്. ഇപ്പം ഏതെങ്കിലും മഠങ്ങളിലെ സിസ്റ്റേഴ്സിന് അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ? അവരാരും ഒരിടത്തും ഒരു വീടുകളിലും കയറി ഇറങ്ങുന്നില്ല. നമ്മുടെ ഇടവകയിലെ ഫാമിലി യൂണിറ്റുകളിലെ ഒരു വീടുകളിലും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും അവർക്കാർക്കും ഇതൊന്നും അറിയത്ത് പോലുമില്ല. ഇപ്പോൾ ഒരു 70 കുടുംബമുണ്ടോ, 75 കുടുംബമുണ്ടോ, 80 ഉള്ളത്? അവരോട് ചോദിച്ചാൽ അവർക്കിതൊന്നും അറിയത്തില്ല. നമ്മൾ അവരെ ചെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർ വരുന്നു. അതിൽ തന്നെ പകുതി ദിവസവും അവരെ കാണാറില്ല. എന്നാ അവർക്ക് ഡ്യൂട്ടിയുള്ള ദിവസമാണെങ്കിൽ ഇവരാരും വരില്ല. പിന്നെ മഠങ്ങളിൽ പ്രായമായ കുറേ പേരുണ്ട്, അവരായിരിക്കും അടുക്കളയ്ക്കകത്ത് ചെന്ന്, അവർക്കൊട്ട് വരാനൊട്ട് സമയവുമില്ല. ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ടതാണ്. സിസ്റ്റേഴ്സിന് വരാൻ പോകുന്ന അനുഭവങ്ങളും ഇതൊക്കെ തന്നെ ആയിരിക്കാം. അതൊക്കെ തന്നെ ഒരു പാഠമായിട്ട് ഇവരും പഠിച്ചാൽ നല്ലത്. അല്ലാണ്ട് നമ്മൾ തന്നെ അതിനെക്കുറിച്ചൊക്കെ പറയുന്നത്. എല്ലാവരും വിമതരൊന്നും അല്ല, പക്ഷേ മഠത്തിൽ ഈ ഇരിക്കുന്ന മദർ പറയുന്നതിലപ്പുറം ഇവർക്കൊന്നുമില്ല. അച്ഛന്മാർ വന്ന് മദറിനെ സോപ്പിടുന്നു, അവരെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നു, പറഞ്ഞേച്ചു പോകുന്നു. അവർ പറഞ്ഞു കഴിയുമ്പം തിരുവായ്ക്ക് എതിർവായി ഇല്ല എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതൊക്കെ ഉള്ളൂ അനുഭവങ്ങൾ. ഇതൊക്കെ തന്നെയാണ് വരാൻ പോകുന്നതും. ഇവർക്കൊക്കെ എന്തൊക്കെ, അല്ലെങ്കിൽ ഇവർ നിരൂപിച്ചാൽ ഓരോ കുടുംബത്തിലും ചെന്ന് പറഞ്ഞ് എൻ്റെ മക്കളെ നിങ്ങൾ സിനഡിൻ്റെ കൂടെ വേണം നിൽക്കാൻ എന്ന് പറയാൻ പറ്റിയ എത്ര സിസ്റ്റർമാർ നമ്മുടെ മഠങ്ങളിലുണ്ടെന്നൊന്ന് പറഞ്ഞ്. ഒരൊറ്റ സിസ്റ്റർമാർക്കും കുടുംബങ്ങളിലെ കാര്യങ്ങൾ അറിയത്തില്ല, കുടുംബങ്ങൾ പോലും അറിയത്തില്ലാത്ത സിസ്റ്റർമാരുണ്ട്. അവരെവിടെയാണ്, ആ വീട് എവിടെയാണെന്ന് നമ്മളോട് ചോദിക്കുന്ന ആൾക്കാരാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞങ്ങൾ പല പ്രാവശ്യം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. നമ്മൾ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരൊക്കെയല്ലേ പണ്ട് നമ്മുടെ വീടുകളിൽ വന്ന് എന്നതാവുകയോ അല്ലെങ്കിൽ പ്രാർത്ഥനകളെല്ലാം നടത്താൻ. ഇപ്പം എത്ര അച്ഛന്മാരോ സിസ്റ്റർമാരോ ഉള്ള വീടുകളിൽ ഇവർ വരും.
അച്ഛന്മാരുടെ പ്രളയമായിരിക്കും, കന്യാസ്ത്രീകളുടെയും പ്രളയമായിരിക്കും. അല്ലാത്ത എത്ര വീടുകളിൽ ഇവർ വരുന്നുണ്ട്. പല വീടുകളിലും ഇവരറിയാത്ത വീടുകൾ പോലും ഉണ്ട്. ഇവർ നമ്മളാരെങ്കിലും പറഞ്ഞല്ലേ, ഫാമിലി യൂണിറ്റിലെ ആൾക്കാർ പറഞ്ഞ് ഇവരോട് അറിയിച്ചില്ലെങ്കിൽ ഇവരൊട്ട് അറിയാനും പോകുന്നില്ല, അറിയുന്നില്ല. അറിഞ്ഞാൽ തന്നെയും ഇവരുടെ ഡ്യൂട്ടി സമയങ്ങൾ ഉള്ളത് കൊണ്ട് അയ്യോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി സമയമാണ്, അവിടെ നിന്ന് 5 മിനിറ്റ് പോലും ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ലായിരുന്നു, അതുകൊണ്ട് വരാൻ പറ്റിയില്ല എന്നുള്ള ആൻസറുകളാണ് നമ്മൾ കേൾക്കുന്നത്. അല്ലാതെ ഈ പറഞ്ഞതിന് അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് ഇതിനകത്തുള്ളവർക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഉണ്ടെങ്കിലൊന്ന് പറ.